ലൂക്കോസ് എഴുതിയ സുവിശേഷം 19 അധ്യായം 11 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. അവർ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ യെരൂശലേമിനെ സമീപിച്ചിരിക്കയാലും ദൈവരാജ്യം ക്ഷണത്തിൽ വെളിപ്പെടുമെന്ന് അവർക്ക് തോന്നുകയാലും അവൻ ഒരു ഉപമയും കൂടി പറഞ്ഞത് എന്തെന്നാൽ, കുലീനനായ ഒരു മനുഷ്യൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരണം എന്ന് വെച്ച് ദൂരദേശത്തേക്ക് യാത്ര പോയി. അവൻ 10 ദാസന്മാരെ വിളിച്ച് അവർക്ക് 10 റാത്തൽ വെള്ളി കൊടുത്തു. ഞാൻ വരുവോളം വ്യാപാരം ചെയ്തു കൊള്ളുവീൻ എന്ന് അവരോട് പറഞ്ഞു. അവന്റെ പൗരന്മാരോ അവനെ പകച്ച് അവന്റെ പിന്നാലെ പ്രതിനിധികളെ അയച്ച്, അവൻ ഞങ്ങൾക്ക് രാജാവായിരിക്കുന്നത് ഞങ്ങൾക്ക് സമ്മതമല്ല എന്ന് ബോധിപ്പിച്ചു. അവൻ രാജ്യത്വം പ്രാപിച്ചു മടങ്ങി വന്നപ്പോൾ താൻ ദ്രവ്യം കൊടുത്തിരിക്കുന്ന ദാസന്മാർ വ്യാപാരം ചെയ്തു എന്ത് നേടി എന്നറിയേണ്ടതിന് അവരെ വിളിപ്പാൻ കൽപ്പിച്ചു. ഒന്നാമത്തവൻ അടുത്തു വന്ന്, കർത്താവേ, നീ തന്ന റാത്തൽ കൊണ്ട് 10 റാത്തൽ സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവനോട്, നന്നു നല്ല ദാസനെ, നീ അത്യത്തിൽ വിശ്വസ്തനായതുകൊണ്ട് 10 പട്ടണത്തിനും അധികമുള്ളവൻ ആയിരിക്ക എന്ന് കൽപ്പിച്ചു. രണ്ടാമത്തവൻ വന്നു, കർത്താവേ, നീ തന്ന റാത്തൽ കൊണ്ട് 5 റാത്തൽ സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. നീയും 5 പട്ടണത്തിന് മേൽവിചാരകൻ ആയിരിക്കുന്നു എന്ന് അവനോട് കൽപ്പിച്ചു. മറ്റൊരുവൻ വന്നു, കർത്താവേ, ഇതാ നിന്റെ റാത്തൽ, ഞാൻ അത് ഒരു ഉറുമാലിൽ കെട്ടിവെച്ചിരിക്കുന്നു. നീ വെക്കാത്തതും എടുക്കാത്തതും കൊയ്യാത്തതും ചെയ്യുന്ന കഠിന മനുഷ്യനാകൊണ്ട് ഞാൻ നിന്നെ ഭയപ്പെട്ടു എന്ന് പറഞ്ഞു. അവൻ അവനോട്, ദുഷ്ടദാസനെ, നിന്റെ വായിൽ നിന്ന് തന്നെ ഞാൻ നിന്റെ ന്യായം വിധിക്കും. ഞാൻ വെക്കാത്തത് എടുക്കുകയും വിതയ്ക്കാത്തത് കൊയ്യുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ എന്ന് നീ അറിഞ്ഞുവല്ലോ. ഞാൻ വന്ന് എൻ്റെ ദ്രവ്യം പലിശയോട് കൂടി വാങ്ങിക്കൊള്ളേണ്ടതിന് അത് ന്യായപീഠത്തിൽ ഏൽപ്പിക്കാത്തത് എന്ത്? പിന്നെ അവൻ അരികെ നിൽക്കുന്നവരോട്, ആ റാത്തൽ അവന്റെ പക്കൽ നിന്നും എടുത്ത് 10 റാത്തലുള്ളവന് കൊടുപ്പീൻ എന്ന് പറഞ്ഞു. കർത്താവ് വന്ന്, 10 റാത്തൽ ഉണ്ടല്ലോ എന്ന് അവർ പറഞ്ഞു. ഉള്ളവൻ ഏവനും കൊടുക്കും, ഇല്ലാത്തവനോടോ ഉള്ളതും കൂടി എടുത്തു കളയും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ ഞാൻ തങ്ങൾക്ക് രാജാവായിരിക്കുന്നത് സമ്മതമല്ലാത്ത ശത്രുക്കളായവരെ ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ മുമ്പിൽ വെച്ച് കൊന്നുകളവീൻ എന്ന് അവൻ കൽപ്പിച്ചു.